ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു വീഡിയോ ഇടുകയാണ്. അത് മാത്രമല്ല കുറേ നാളായി ലോങ് വീഡിയോയും ചെയ്തിട്ട്. അപ്പം നമ്മളിപ്പോൾ ഇന്നത്തെ വീഡിയോ ലോങ് വീഡിയോ ആണ്. അത് മാത്രമല്ല ഞാൻ രാവിലത്തെ പോസ്റ്റ് പറഞ്ഞ പോലെ തന്നെ ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷൻസ്, ബാക്ക് ടു സ്കൂൾ ഹോൾ ആൻഡ് ടേബിൾ മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റ് ടേബിൾ മേക്ക് ഓവറാണ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റ് ഞാൻ തിങ്കളാഴ്ച രാവിലെ ഇട്ടായിരുന്നു. തിങ്കളാഴ്ച വീഡിയോ ഫുൾ ചെയ്തിട്ടാന്ന് വിചാരിച്ചത്, പക്ഷേ നടക്കൂലെന്ന് മനസ്സിലായിട്ടാണ് ഞാൻ ട്യൂസ്ഡേയിലോട്ട് മാറ്റിയത്. ഞാൻ ടേബിൾ മേക്ക് ഓവർ മൺഡേ ചെയ്തിട്ട് ട്യൂസ്ഡേയിൽ ബാക്കി രണ്ടും ചെയ്തിട്ടാണ് ഇപ്പം ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എൻ്റെ സൗണ്ടിന് തന്നെ എത്ര വ്യത്യാസമെന്ന്. ജസ്റ്റ് ഒന്ന് വൈബിനകത്ത് എഫക്ട്സ് ഒക്കെ മാറ്റിയിട്ട് കളിച്ചതാണ്. പിന്നെ ഈ കാണിക്കുന്ന ഓർഗനൈസർ അല്ലേ, ഈ ഓർഗനൈസർ ഞാൻ ഒരു 5 years മുന്നേ മേടിച്ചാണെന്നാണ് എൻ്റെ ഒരു 4 or 5 years മുന്നേ ഞാൻ മേടിച്ചാണ്. ഇതുവരെയായിട്ട് ഒരു കുഴപ്പവും പറ്റില്ല. പക്ഷേ ഇത്ര നാളായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെതായ കുറച്ച് പ്രോബ്ലംസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിൽ ഞാൻ അത്യാവശ്യം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്ലീൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഉണ്ടാക്കിയൊരു ഓർഗനൈസർ ഉണ്ട്, ഒരു പെൻ ഹോൾഡർ. ആ പെൻ ഹോൾഡറിലോട്ട് ഓൾഡ് സാധനങ്ങളെല്ലാം കൂടെ മാറ്റാമെന്നും അത് മാത്രമല്ല ന്യൂ ആയിട്ടുള്ള സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം കൂടെ ഈ ഹോൾഡറിൽ വെക്കാമെന്നും അതുപോലെ തന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഇതിൽ ഓൾറെഡി ഇരിക്കുന്ന എൻ്റെ ബ്രഷ് പെൻസ് ഒക്കെ കൂടി ഒരു പൗച്ചിലോട്ട് മാറ്റാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ കാണിക്കുന്ന പെൻ ഹോൾഡർ ഞാൻ ഉണ്ടാക്കിയതെന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ വീഡിയോ ഞാൻ ചാനലിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇഷ്ടമുള്ളവർ പോയി കാണുക. ഇപ്പോൾ എനിക്ക് ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ വെറുതെ ഒരു ട്രാൻസ്പെറൻറ്റ് ഷീറ്റും അതുപോലെ തന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ബോർഡർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കുന്നതേ ഉള്ളിട്ട്. ഈ സംഭവങ്ങളൊക്കെ വെച്ച് വന്നപ്പോഴത്തേക്കിനും ഇത്രയും ലെങ്ത് ആകും ഈ സംഭവങ്ങൾ വെക്കുന്ന വീഡിയോ കാണിക്കുന്നതിനെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും എല്ലാം കൂടെ പെട്ടെന്ന് ഞാൻ അടുക്കി വെച്ചിട്ട് കാണിക്കില്ല, ഇതിൽ കുറേ ലാഗ് ആയി പോകുന്ന പോലെ എനിക്ക് തന്നെ തോന്നുന്നു. ഇപ്പോഴാണ് ഒരു റിയലൈസേഷൻ വരുന്നത്. നെക്സ്റ്റ് വീക്ക് ഈ സമയത്ത് ഞാൻ ക്ലാസ്സിലായിരിക്കുമല്ലോ എന്നുള്ളത്. ഈ കാണിക്കാൻ പോകുന്ന ഈ ഫ്ലവേഴ്സ് ഞാൻ സമ്മർ വെക്കേഷൻ്റെ ടൈമിൽ എടുത്ത് വെച്ച ഫ്ലവേഴ്സാണ്. അതിപ്പം ക്ലീൻ ചെയ്ത സമയത്ത് ഞാനൊരു കാർഡ്ബോർഡ് ബോക്സിലോട്ട് ആക്കി വെച്ചതാണ്. എല്ലാം ഉണങ്ങിപ്പോയതുകൊണ്ട് ഇതിൽ ഈ വൈറ്റ് ഫ്ലവേഴ്സ് മാത്രം അത്യാവശ്യം ഭംഗിയോടെ തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പെയിൻറ്റ് ചെയ്തൊരു കുഞ്ഞ് ബോട്ടിലോട്ടാക്കി വെക്കാമെന്നാണ് വിചാരിച്ചത്. കാണിക്കുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മണി ബോക്സ് ആണ്. എനിക്കിങ്ങനെ മണിയൊക്കെ സേവ് ചെയ്ത് വെക്കാൻ ഇച്ചിരി ഇഷ്ടമുള്ള കൂടുതലാണ്. ഇതൊരു 2 years ബാക്ക് ഞാൻ മേടിച്ചിട്ടുള്ള ഒരു മണി ബോക്സ് ആണ്. പിന്നെ ഈ കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരു ഓർഗനൈസർ വെക്കാനുണ്ട്. ആ ഓർഗനൈസർ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് 30-ാം തീയതി വരത്തുള്ളൂ. പിന്നെ ഈ അലങ്കോലമായിട്ട് കിടക്കുന്ന ഈ റോ ഒക്കെ എനിക്ക് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് ഫുള്ളായിട്ട് കാണിക്കും. അതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ്. അപ്പോൾ ഇതെല്ലാം സാധനങ്ങൾ എവിടേക്ക് വെച്ചിരിക്കുന്നതാണ് ഞാൻ കാണിച്ചിരുന്നത്. ഞാനത് പറഞ്ഞ് വെറുപ്പിക്കത്തില്ല. അതുപോലെ തന്നെ സ്കൂൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ മാക്സിമം ഞാൻ സ്കൂൾ റിലേറ്റഡ് വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. പെട്ടെന്നല്ല നമ്മുടെ 2 മാസം പോയത്. അപ്പം നിങ്ങൾ വിചാരിക്കുക എൻ്റെ ബുക്സൊക്കെ എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഞാൻ ബുക്സൊക്കെ വേറെ ടേബിളാണ് വെക്കുന്നത്. പിന്നെ താഴത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജേർണലിങ്ങിൻ്റെ എല്ലാത്തിനും സംഭവങ്ങളും കൂടി ഒരു ഗോഡൗണായിട്ട് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് സെക്ഷൻ ആയിട്ടുള്ള ബാക്ക് ടു സ്കൂൾ ഹോളാണ് കാണിക്കുന്നത്. ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ച് കൂട്ടിയിട്ടില്ല, എന്നാലും നമുക്ക് കാണാം. അപ്പോൾ അതിൻ്റെ നമ്മുടെ ബാഗിന് അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെയുള്ള ബാഗാണ്. പർപ്പിൾ കളർ ബാഗ്, നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് നല്ല കണ്ണ് മഞ്ഞളിക്കുന്ന ഫയൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഒരു സൗണ്ടിന് എന്തോ പറ്റില്ല, കണ്ണ് മഞ്ഞളിക്കുന്ന ഫയൽ കാണാൻ പറ്റും. പിന്നെ പൗച്ചിൽ നല്ല അത്യാവശ്യം നല്ല സ്പേസ് ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഈ പെൻ പോയിൻറ്റിൻ്റെ പെൻ ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ പെൻ പോയിൻറ്റിൻ്റെ പെൻ യൂസ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ടുണ്ടെന്നല്ലാതെ ഭയങ്കരമായിട്ടൊന്നും യൂസ് ചെയ്തിട്ടില്ല. ഇതിൽ ഇത് എനിക്കിട്ടുള്ള എബ്രോഡിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുതന്നാണ്. പിന്നെ ഷാർപ്പ്നർ ഇറേസർ ഒന്നിച്ചുള്ള ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. പെന്നും എബ്രോഡിൽ നിന്ന് വന്നപ്പോൾ അത് കൊണ്ടുവന്ന കേട്ടോ. ഹൈലൈറ്ററും ഞാൻ ഇതിൽ യെല്ലോ ഹൈലൈറ്ററും പിങ്ക് ഹൈലൈറ്ററും ഞാൻ നേരത്തെ തന്നെ യൂസ് ചെയ്തായിരുന്നു. കഴിഞ്ഞ വർഷം ഞാൻ ലാസ്റ്റ് ഇയർ മേടിച്ചാട്ടോ ഈ ഹൈലൈറ്റേഴ്സ്. ഈ ഇയർ ആയപ്പോൾ 2 വെച്ച് ചെയ്തപ്പോൾ പിന്നെ വേറെ മേടിക്കണമെന്ന് വിചാരിച്ച് ഞാൻ മേടിച്ചില്ല. ഈ പൗച്ച് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതേ ഉള്ളൂ. ഞാൻ ലാസ്റ്റ് ഇയർ മേടിച്ച. പിന്നെ കറക്റ്റർ പെന്ന്, പിന്നെ വാട്ടർ ബോട്ടിൽ, പിന്നെ ലഞ്ച് ബോക്സിൻ്റെ ക്ലോത്ത്, പിന്നെ ഞാൻ ഇപ്പോഴാട്ടോ സ്കെയിൽ കാണിക്കുന്നത്. ഒരു പർപ്പിൾ ഷെയ്ഡുണ്ട്. പിന്നെ സ്ലിപ്പേഴ്സ്, പിന്നെ സ്റ്റാപ്ലെയർ, പിന്നും സ്റ്റാപ്ലെയറും. പിന്നെ ഈ സ്റ്റാപ്ലെയറിൻ്റെ അല്ല കേട്ടോ സ്റ്റാപ്ലെയർ. പിന്നെ ഞാൻ ഈ വീഡിയോയിൽ കുറേ തവണ പിന്നെ പറയുന്നുണ്ട്, അതൊന്ന് ക്ഷമിച്ച് വിടുക. ഇത് സ്റ്റിക്കി നോട്ട് പിങ്ക് കളർ കുഞ്ഞാട്ടോ ഇത്തവണ മേടിച്ച്, കാരണം വലുതൊക്കെ ഉണ്ട്. പിന്നെ പേപ്പർ സോപ്പ് കണ്ടു പിന്നേന്ന് വന്നുകൊണ്ടേയിരിക്കുകയാണ്. പിന്നെ റിമൈൻഡർ പോലെ അപ്പോൾ ഞാൻ പേപ്പേഴ്സും റൈറ്റിംഗ് പാഡും കാണിച്ചിട്ടുള്ളത്. പിന്നെ ഗ്ലൂ ക്രാഫ്റ്റ് ചെയ്യുന്നതുകൊണ്ട് പേപ്പേഴ്സും ഗ്ലൂ എന്തായാലും എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ ലാസ്റ്റ് കൊണ്ടായിട്ടുള്ള ബാക്ക് ടു സ്കൂൾ പ്രിപ്പറേഷനാണ്. ഞാൻ അതിന് മുന്നേ ഒരു കാര്യം പറയാം. ഇപ്പം ഞാൻ കാണിച്ചിരിക്കുന്ന ബാക്ക് ടു സ്കൂൾ ഹോളിൽ എത്രത്തോളം എൻ്റെ വോയിസ് ക്ലിയർ ആണെന്ന് എനിക്കറിയത്തില്ല, കാരണം എനിക്ക് സൗണ്ട് എന്തോ ഒരു പ്രോബ്ലം പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഒരു പ്ലാനർ പോലുള്ളത് എന്തായാലും ഒരു ബെസ്റ്റ് ആയിരിക്കും. പ്ലാനർ ഇല്ലെങ്കിലും ജസ്റ്റ് ഒരു നോട്ട്ബുക്ക് പ്ലാനറായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഞാനതിൽ ഉണ്ടാക്കിയൊരു ബുക്കിലാട്ടോ. ഇതിൽ ഞാൻ പ്ലാനിങ് എന്ന് എഴുതിയത് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ആ പേന എന്തോ പോലെ തോന്നിയിട്ട് ഞാൻ പേനയൊക്കെ മാറ്റി. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ തിങ്സ് ഐ ഹാവ് തിങ്സ് ടു ബൈ യു അങ്ങനെ എഴുതി വെക്കണം. എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെയാണെന്ന് തിങ്സ് ഐ ഹാവിൽ എഴുതി വെക്കുക. തിങ്സ് ടു ബൈയിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ മേടിക്കണം എന്നുള്ളത് ഒരു ലിസ്റ്റായിട്ട് എഴുതി വെച്ചിട്ട് അത് പിന്നെ നിങ്ങൾ ഷോപ്പിങ്ങിന് പോകുന്നതിന് മുന്നേ നിങ്ങൾ മൊബൈലിലോട്ട് മാറ്റിയാൽ മതി. അങ്ങനെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഉള്ള സാധനങ്ങൾ തിരിച്ചറിയാനും പറ്റും. ആവശ്യത്തിനുള്ള സാധനങ്ങൾ മാത്രമേ മേടിക്കേണ്ടി വരത്തുള്ളൂ. പിന്നെ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം സ്കൂൾ തുറക്കുന്നതിന് മുന്നേ എന്നുള്ള കാര്യങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നിങ്ങളത് ചെയ്ത് പോകുമ്പോൾ ഒന്ന് ടിക്കറ്റ് പോയാൽ മതി. ഞാനതിൽ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട്
എഴുതിയിട്ടുള്ളത്. റൂം മേക്ക് ഓവർ, ടേബിൾ മേക്ക് ഓവർ, ടൈം ടേബിൾ മേക്കിങ്, ഷോപ്പിങ്, സെറ്റിംഗ് ബുക്സ്, ബുക്ക് കവർ ചെയ്യുന്ന, അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ എഴുതി വെച്ചിട്ടുള്ളത്. വെറുതെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിരുന്നു. ഞാൻ ബാക്ക് ടു സ്കൂൾ ഹോളിനകത്ത് കുറച്ച് സാധനങ്ങളൊന്നും കാണിച്ചിട്ടില്ല, ഞാനത് മേടിച്ചിട്ടില്ല. പിന്നെ സ്കൂൾ തുറന്നു കഴിഞ്ഞാലേ ഞാൻ മേടിക്കുള്ളൂ, അതായത് സ്കൂൾ തുറക്കുന്നതിൻ്റെ അടുത്ത ദിവസങ്ങളാകുമ്പോഴേ ഞാൻ മേടിക്കുള്ളൂ എന്ന് ഓർത്തിട്ട് ഞാൻ ആ സംഭവങ്ങൾ ആഡ് ചെയ്യാതെ കേട്ടോ വീഡിയോ എടുത്തത്. ഇതിൽ മെയിൻ സംഭവങ്ങളൊന്നുമല്ല, ബുഷ്, സാനിറ്റൈസർ, അങ്ങനത്തെ സംഭവങ്ങളാണ്. എമർജൻസി കിറ്റിനകത്ത് വേണ്ട സംഭവങ്ങളാണ്. പിന്നെ ഇതിൻ്റെ എൻഡിങ്ങിലായിട്ട് ഞാൻ ഗേൾസിന് വേണ്ട എമർജൻസി അപ്പോൾ മിനി പൗച്ചിൽ വെക്കുന്ന കുഞ്ഞു സംഭവങ്ങളുടെ ഒരു ലിസ്റ്റും കൂടെ ഞാൻ ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് എന്തൊക്കെയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അപ്പം പറയാതെ. പിന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമാണ് തിങ്സ് ഐ ഹാവ് എന്നുള്ളതിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റേഷനറീസ് ഒക്കെ പോയി നോക്കിയിട്ട് മാത്രമേ അതൊന്ന് ഫിൽ ചെയ്യാവുള്ളൂ. അതാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് ഒരു മിനി എമർജൻസി കിറ്റിൽ വേണ്ട സാധനങ്ങൾ. പിന്നെ ലിബാമ് അത്രയ്ക്ക് ചുണ്ട് വരച്ചിട്ടുള്ള കുട്ടിയാണെങ്കിൽ വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ സ്കൂൾ അലൗഡ് ചെയ്യണം. അപ്പോൾ ബൈ.